എന്ന് മാത്രമേ തീരുമാനിച്ചില്ല. ബോർഡ് തീരുമാനമെടുത്തെങ്കിലും അത് നടപ്പിലാക്കിയില്ല. നടപ്പിലാക്കുന്നതിനാവശ്യമായ നിയമ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠനം നടത്തുന്നതിനിടയിൽ ഇതെങ്ങനെയോ ഇതിന്റെ വാർത്ത പുറത്തു വന്നു. അതാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ പിന്നിൽ ഒരു നിഗൂഢതയുമില്ല. പാവപ്പെട്ട പതിനായിരക്കണക്കിന് കോടിക്കണക്കിന് ഭക്തർ വിശ്വസിക്കുന്ന സാർ ഒരു സംശയം. ഇവിടെ അങ്ങ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ മുഖാമുഖം പരിപാടിയിൽ സുഖദർശനം എന്ന പേരിലുള്ള മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങനൊരു അധികാരമുണ്ട്, ഇനി ഇല്ല എങ്കിൽ അത് സർക്കാർ ഞങ്ങളെ തിരുത്തിക്കോട്ടെ, ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കാൻ പോവുകയാണ്. ഇതൊക്കെ പഠനം നടത്തുന്ന ഘട്ടത്തിൽ ഒരാൾ പറയുന്നതാണോ സാർ? അത് പത്രത്തിൽ വാർത്ത വന്ന് അവിടെ താങ്കളുടെ സാന്നിധ്യത്തിൽ തന്നെ പത്രക്കാർ ചോദിച്ചതിന് മറുപടി പറയണ്ടേ? ഇങ്ങനെ ഒരു തീരുമാനമെടുത്തോ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ശരി, അതുപോലെ തന്നെ ചോദ്യങ്ങൾ നമ്മുടെ ഒരു പാവം പിടിച്ച ദേവസ്വം മന്ത്രിയോടും മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയാണ് ഞാൻ പത്രത്തിലൂടെയാണ് അറിഞ്ഞത് എന്ന്. അങ്ങനെ അദ്ദേഹം അറിയേണ്ട ഒരു കാര്യമാണോ? ചർച്ച ചെയ്യാൻ ഉള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു നിന്നില്ല. തീരുമാനമെടുക്കാനുള്ള അവകാശം ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമായിട്ട് ചെയ്തു തെറ്റാണെങ്കിൽ ഗവൺമെന്റ് അത് ക്യാൻസൽ ചെയ്യട്ടെ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇനിയുള്ള രേഖകളിലെല്ലാം ഈ പറയുന്ന പുതിയ പേരിൻ്റെ അടിസ്ഥാനത്തിൽ വേണം കാര്യങ്ങൾ നടക്കാൻ എന്ന നിർദ്ദേശമടക്കമുണ്ട് എന്നാണ്. അത് ശരിയാണ് എങ്കിൽ ഇത് നടപ്പാക്കപ്പെട്ടു കഴിഞ്ഞതല്ലേ സാർ? അല്ല. വെബ്സൈറ്റിൽ ഏതെല്ലാം വെബ്സൈറ്റിൽ ഈ വക പരാമർശനം ഉണ്ടാകുന്നു എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ പ്രത്യേക ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നുകൂടെ വിശദീകരിക്കാമോ? മനസ്സിലായില്ല. ഒരു വർഷം കൊണ്ടുണ്ടായതല്ല. അല്ല, എന്ന് വെച്ചാൽ ഈ പഴയ പേര് ഇനി ഒരു നിഗൂഢതയുണ്ടെന്നോ? അല്ലല്ല, പഴയ പേര് തിരുത്തി വേണം ഇനിയുള്ള എഴുത്തുകുത്തുകൾ എന്നതൊരു നിർദ്ദേശമല്ലേ? ഇത് പഴയ പേര് തന്നെ അതിന് ശ്രീ അയ്യപ്പ നാമധേയം നിലനിർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പുതിയതായി ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല. ദയവേത് ടെലിഫോൺ ലൈൻ തുടരുക. ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ടെലിഫോൺ ലൈനിൽ. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വിശദീകരണം കേട്ടോ? തൃപ്തികരമാണോ? പഠനം നടക്കുന്നതേ ഉള്ളൂ, തീരുമാനമൊന്നും ആയിട്ടില്ല. ഞാൻ എന്താ പറയുക, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, യഥാർത്ഥത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു ക്ഷേത്രത്തിന്റെയും പേര് മാറ്റാനായിട്ട് ദേവസ്വം ബോർഡിന് അധികാരമില്ല. ദേവസ്വം ബോർഡിന് അധികാരപ്പെടുത്തിയിട്ടുള്ള 3-4 കാര്യങ്ങളുണ്ട്. അത് വളരെ കൃത്യമായിട്ടും നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും അറിയാവുന്ന കാര്യമാണ്. അത് നിർവഹിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറം പോയി തങ്ങൾക്ക് എല്ലാ അധികാരങ്ങളുമുണ്ട്, എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നുള്ള നിലയിൽ ക്ഷേത്രങ്ങളുടെ പേര് ഇതിപ്പോ ചർച്ചാ വിഷയമാകുന്നത് ശബരിമല ക്ഷേത്രമായതുകൊണ്ടാണ്. അത് രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായിട്ടുള്ള ക്ഷേത്രമായതുകൊണ്ടാണ് ചർച്ച. ഞാൻ ശബരിമല ക്ഷേത്രത്തിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്. ഒരു ചെറിയ ക്ഷേത്രം, ആഴ്ചയിൽ ഒരു ദിവസം പൂജ നടക്കുന്ന, അല്ലെങ്കിൽ ഒരു നേരം മാത്രം പൂജ നടക്കുന്ന ഒരു ചെറിയ ക്ഷേത്രത്തിന്റെ പോലും പേര് മാറ്റാനായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ കൊച്ചിൻ ദേവസ്വം ബോർഡിനോ മലബാർ ദേവസ്വം ബോർഡിനോ ഒരു അധികാരവുമില്ല, അവകാശവുമില്ല. അത് നിയമലംഘനമാണ്. തങ്ങൾക്ക് കിട്ടിയ അധികാരത്തെ ദുരുപയോഗപ്പെടുത്തലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, അങ്ങേക്ക് ഈ കാര്യത്തിൽ പൂർണ്ണമായ ജ്ഞാനത്തോടെയാണോ മറുപടികൾ നൽകുന്നത്? കാരണം അങ്ങനെ സംശയം വരുന്നത് അങ്ങ് തന്നെയെന്ന് പറയുകയുണ്ടായി, കമ്മീഷണർ ഒപ്പിട്ടാലേ ദേവസ്വം ബോർഡിൻ്റെ ഒരു തീരുമാനം സാധുവാകൂ, ഇവിടെ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് ഒപ്പുവെച്ചിരിക്കുന്നത് എന്ന്. അങ്ങനെയല്ല സാർ. അവിടെ ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് ഉദ്യോഗസ്ഥലത്തിലേക്ക് അത് സാധുവാക്കൂ എന്ന നിർദ്ദേശത്തോടെ ആർക്ക് കൊടുത്താൽ ആരൊപ്പിട്ടാലും അത് സാധുവാണ് എന്നാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു ആശയക്കുഴപ്പമുണ്ടോ അങ്ങേക്ക് ഇവരുടെ അധികാരം സംബന്ധിച്ചും? ഞാന് അവിടെ കമ്മീഷണറെ സംബന്ധിച്ച് സൂചിപ്പിച്ചത്, കമ്മീഷണർ ഗവൺമെന്റ് നിയോഗിച്ചതായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം നിയമവകുപ്പ് സെക്രട്ടറി ആയിട്ടും ജഡ്ജായിട്ടും ഇരുന്നിട്ടുള്ള ഒരു മാന്യനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ. കമ്മീഷണറുടെ അധികാരങ്ങൾ ആ ആക്ടിനകത്ത് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്ന അധികാരങ്ങൾ ഉപയോഗിക്കാൻ അദ്ദേഹം സന്നദ്ധനായി ആകണമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിനകത്ത് വാക്യഘടനയിലോ എന്തെങ്കിലും പെശക് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ എനിക്ക് വിഷമമില്ല. പക്ഷെ കമ്മീഷണർക്ക് നിക്ഷിപ്തമായിട്ടുള്ള അധികാരം, അദ്ദേഹം വെറും ഒരു കാഴ്ചക്കാരൻ മാത്രമല്ല,
3 മാസത്തിലൊരിക്കൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനകത്ത് നടക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ സംസ്ഥാന ഗവൺമെന്റിനെ അറിയിക്കണമെന്ന് ആ ആക്ടിനകത്ത് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. കമ്മീഷണറാണ് അറിയിക്കേണ്ടത്. അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും കമ്മീഷണർ ഗവൺമെന്റിനെ അറിയിക്കണമെന്ന് വ്യവസ്ഥ. കമ്മീഷണർ ചുമതലയിൽപ്പെട്ടതാണ്. കഴിഞ്ഞ 50 ദിവസത്തിന് മുമ്പ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനത്തിന് സ്വാഭാവികമായിട്ടും ആ തീരുമാനം സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. ശബരിമല ക്ഷേത്രത്തിന്റെ പേര് മാറ്റാൻ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം അറിഞ്ഞാൽ കമ്മീഷണർ ഗവൺമെന്റിനെ അറിയിക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ആ തീരുമാനമെടുക്കാൻ ബോർഡിന് അധികാരമില്ല എന്ന് ആ ബോർഡിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതല്ലേ? ഒരു പൂർണ്ണ ബോർഡ് പോലും അപ്പോൾ ആയിട്ടില്ല. 2 പേർ, വൈ.ആർ. ഗോപാലകൃഷ്ണനും അജയ് തറയിൽ എന്ന 2 മാന്യ സുഹൃത്തുക്കൾ ഇരുന്നിട്ട് അവർ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു വലിയ അമ്പലത്തിന്റെ പേരങ്ങ് മാറ്റുകയാണ്. ശരി, ഒരു കാര്യം എന്തായാലും അത്രയും നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ അങ്ങേക്ക് അടക്കം എന്താണ് സംഭവിച്ചിരിക്കുന്നതിന്റെ വിവരവും കിട്ടിയിരിക്കുന്നു. മർമ്മപ്രധാനമായ ചോദ്യം, ഇത് നടക്കുമോ ഇല്ലയോ? എനിക്കിപ്പോ മർമ്മപ്രധാനമായിട്ടുള്ള ആ ചോദ്യത്തിനൊന്നും മറുപടി പറയാൻ ഞാൻ ആളല്ല. എനിക്കതിനുള്ള അധികാരമാകെ ഉണ്ടോ എന്നും എനിക്കറിയില്ല. ഒരു കാര്യം എനിക്കറിയാം, ഇത് വളരെ ദുരൂഹമാണ്. 50 ദിവസം ഇത് ജനങ്ങളിൽ നിന്നും ഒളിച്ചു വെച്ചു എന്നുള്ളത് തന്നെ അതിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ്. രാഹുൽ ഈശ്വറിന്റെ ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ കേൾക്കാനിടയായപ്പോ ഇതിന്റെ പിന്നിലെ ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു പിൻവാതിൽ കളിയെ സംബന്ധിച്ച് എനിക്ക് ചില സംശയങ്ങൾ തോന്നുകയാണ്. അത്തരം ഒരു കളിക്ക് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂട്ടുനിൽക്കാൻ ഇടയായതിൽ ഖേദമുണ്ട്. ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഞാൻ ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ പല ദിവസങ്ങളിലും ഞങ്ങൾ തമ്മിൽ കണ്ടിരുന്നു. അപ്പോഴൊരിക്കൽ പോലും, അതായത് അവലോകന യോഗത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കതിനകത്ത് യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. പക്ഷേ അപ്പോഴൊരിക്കൽ പോലും അദ്ദേഹം ഇങ്ങനെ താനൊരു വലിയ കർത്തവ്യം നിർവഹിച്ചിരിക്കുകയാണ് രാജ്യത്തിലെ ഹിന്ദു സമൂഹത്തിന് വേണ്ടിയും മതഭക്തന്മാർക്ക് വേണ്ടിയും എന്നുള്ള കാര്യം ഒന്ന് സൂചിപ്പിക്കാമായിരുന്നു. അതെല്ലാം സാമാന്യ മര്യാദയുടെ ചോദ്യം സാർ, ഒരു കാര്യം സാറിനോട് നേരിട്ട്, ഞാൻ രാഷ്ട്രീയക്കാരനല്ല, അതുകൊണ്ട് വളച്ചു കിട്ടില്ലാതെ കാര്യം പറയാം. ഇത് ഹൈക്കോടതി വിധിയാണ്. സുപ്രീം കോടതിയിൽ വളരെ സങ്കീർണമായ ഒരവസ്ഥയിലാണ് ശബരിമല കേസ് നിൽക്കുന്നത്. ഞങ്ങളടക്കം അവിടെ വാദിക്കാൻ കാശില്ല, അതാണ് സത്യം. ഗോപാൽ സുബ്രഹ്മണ്യത്തെയോ ഹരീഷ് സാൽവെയോ ഒന്നും വെച്ച് വാദിക്കാൻ കാശില്ല. ദൗർഭാഗ്യവശാൽ LDF ഗവൺമെന്റിന്റെ തീരുമാനം ശബരിമലയ്ക്കെതിരാണ്. ദേവസ്വം ബോർഡിന്റെ അഡ്വക്കേറ്റ് KK വേണുഗോപാലിന് മാത്രമേ അക്കോമഡേഷൻ കിട്ടുന്നുള്ളൂ. ഇത് അയ്യപ്പ ക്ഷേത്രമാണ് എന്ന് ഇത് ഹൈക്കോടതിയുടെ വിധിയാണ്. എൻ്റെ വാക്കുകളല്ല, 91 ഹൈക്കോടതിയുടെ വിധിയാണ്. അങ്ങേക്ക് നോക്കാം. അവിടുത്തെ നൈഷ്ഠിക ബ്രഹ്മചര്യവും അയ്യപ്പ പ്രതിഷ്ഠയും നമ്മൾ ഉയർത്തി കാണിച്ചില്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ അമ്പലങ്ങളുടെയും സ്വയംഭരണത്തെയാണ് അത് ബാധിക്കുന്നത്. ശബരിമലയുടെ ആത്മാവിന്റെ ഭാഗമായി നിൽക്കുന്ന നൈഷ്ഠിക ബ്രഹ്മചര്യ പ്രതിഷ്ഠ അടക്കമുള്ള കാര്യങ്ങൾ ഡീസ്റ്റെബിലൈസ്ഡ് ആകുകയും ഇന്ത്യയിലെ ഈ ക്ഷേത്രങ്ങൾക്ക് മുഴുവൻ, അല്ലെങ്കിൽ പള്ളികൾക്കടക്കം ആർട്ടിക്കിൾ 14 താഴേക്ക് വരുന്ന ഒരു അവസ്ഥയാണ്. ഇതിൽ സംസ്ഥാന ഗവൺമെന്റ് ശബരിമലയെയും അയ്യപ്പനെയും പ്രൊട്ടക്ട് ചെയ്യുന്നൊരു നിലപാടാണ് എടുക്കണമെന്നാണ് ഞങ്ങളടക്കമുള്ള എല്ലാ വിശ്വാസികളും, CPM അടക്കമുള്ള വിശ്വാസികൾ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ അങ്ങയുടെ ഒരു കരുണ വേണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ഇതില് ശ്രീമാൻ രാഹുൽ ഈശ്വർ, നിങ്ങൾ പറയുമ്പോ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള കാര്യം ഞങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ശബരിമലയെ സംരക്ഷിക്കുക എന്ന് പറയുന്നതും ഈ നാട്ടിലെ എല്ലാ അമ്പലങ്ങളെയും അതുപോലെ ആരാധനാലയങ്ങളെയും സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. ഗവൺമെന്റ് അത് സമർത്ഥമായിട്ട് നിർവഹിക്കുക തന്നെ ചെയ്യും. താങ്കൾ പറയുന്ന സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായമുണ്ട്. വിവിധ ഗവൺമെന്റുകൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലപാടുകളുണ്ട്. ദേവസ്വം ബോർഡിന് തന്നെ അതിലെ അംഗങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ചില രാഷ്ട്രീയ കക്ഷികൾക്ക് തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിലപാടുകളുണ്ട്. ഹിന്ദു സമൂഹത്തിന് തന്നെ വ്യത്യസ്തങ്ങളായ നിലപാടുകളുണ്ട്. ഇത്തരം നിലപാടുകൾ ഇപ്പോ പരിശോധിക്കപ്പെടുന്ന സമുന്നതമായിട്ടുള്ള വേദിയാണ്. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന വേദിയാണ്. ഭരണഘടനാപരമായി നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന വേദിയാണ് സുപ്രീം കോടതി. സുപ്രീം കോടതി ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള എല്ലാ നിലപാടുകളും പരിശോധിച്ച് ഏത് തീരുമാനവും സ്വീകരിക്കട്ടെ. ആ തീരുമാനം നമുക്കെല്ലാം ബാധകമായിട്ടുള്ള തീരുമാനമായിരിക്കുമല്ലോ. അപ്പോ സുപ്രീം കോടതിയിൽ നടക്കുന്ന കേസിന് വേണ്ടിയാണ് മിസ്റ്റർ രാഹുൽ ഈശ്വർ നിങ്ങൾ ഈ പാവം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കൊണ്ട് ഈ കള്ളക്കളി കൽപ്പിച്ചതെങ്കിൽ താങ്കൾ വലിയ ഗുരുതരമായിട്ടുള്ള തെറ്റാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരിക്കലും കോടതിയെ വശത്താക്കുന്നതിന് വേണ്ടി ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളെന്ന് നമ്മൾ കരുതി തള്ളിക്കളയാൻ കഴിയുന്നതല്ല. കോടതിയിൽ താങ്കൾക്ക് അനുകൂലമായിട്ട് വിധി സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധിക്കുന്ന കാര്യമല്ല. ഞാനൊരു വിവാദങ്ങളിലേക്ക് കടക്കുന്നില്ല. പറയേണ്ട കാര്യങ്ങൾ ആർജവത്തോടു കൂടി പറയാനും അത് മുഖാന്തരം ഉണ്ടാകുന്ന ഏത് നഷ്ടവും ഏത് കഷ്ടവും അനുഭവിക്കാൻ തയ്യാറാണ്. നിലവിൽ
ആരുടെയും പിണിയാളായി പ്രവർത്തിക്കുന്നയാളല്ല. ഇതിൽ എന്നെ കൊണ്ടുപോയി ഏതാണ്ടോ അപകടത്തിൽ ചാടിച്ചു എന്ന് പറയുന്നു. ഞാനും അങ്ങേ പോലെ MLA-യും അതിനു മുൻപും ചില സ്ഥാപനങ്ങളൊക്കെ നന്നായി നടത്തിയവനാണ്. അതുകൊണ്ട് ഒരു സ്വാർത്ഥ താല്പര്യമോ സാമ്പത്തിക താല്പര്യമോ ഒന്നും ഇതിലില്ല. ഇതിൽ ഒരു ഈശ്വരീയത താല്പര്യമുണ്ട്. ആ താല്പര്യതയുടെ പേരിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം പുറത്ത് ഞങ്ങൾ വിട്ടില്ല. സത്യം തന്നെയാണ്, പത്രത്തിൽ വന്നു, ഇത് ചർച്ചയായപ്പോൾ ഞങ്ങൾ ഇത് തീരുമാനിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അത് നടപ്പിലാക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ടവരുമായി ആലോചിക്കണമെന്ന അഭിപ്രായം പറഞ്ഞു. ഇതിൽ വിവാദങ്ങളിലേക്ക് കടക്കുന്നില്ല. അഭിപ്രായങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ചെയ്തത് തെറ്റാണെങ്കിൽ തിരുത്താം. ആ തിരുത്താൻ ഞങ്ങൾക്ക് അവസരം ഉണ്ടായില്ലെങ്കിൽ മന്ത്രിക്ക് അത് ക്യാൻസൽ ചെയ്യാം. ശ്രീ പ്രയാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ ശബരിമല ശ്രീ അയ്യപ്പസ്വാമി ടെമ്പിൾ എന്നാണ് പേര് കിടക്കുന്നത്. അങ്ങ് പറയുകയാണ് തീരുമാനം എടുത്തിട്ടില്ല എന്ന്. ഇവിടെ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റിൽ സർ ശബരിമല ശ്രീ അയ്യപ്പസ്വാമി ടെമ്പിൾ എന്നാണ് ഇതിന്റെ പേര് കിടക്കുന്നത്. നിങ്ങൾ തീരുമാനമെടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ വെബ്സൈറ്റിൽ? ഇത് നേരത്തെ ഉള്ളതാണ്. ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് 1 വർഷവും 3 ദിവസവുമേ ആയിട്ടുള്ളൂ. ഇതൊക്കെ നേരത്തെ ഉള്ള, ഇത് ഒരു പുതിയ പേരേർപ്പെടുത്തി എന്ന് 10 പേര് പറഞ്ഞാലും 1000 പേര് പറഞ്ഞാലും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റിൽ അങ്ങ് ചുമതലയേൽക്കുന്നതിന് മുൻപും ശബരിമല ശ്രീ അയ്യപ്പസ്വാമി ടെമ്പിൾ എന്നായിരുന്നോ പേര്? ആയിരുന്നു. ഇതൊരു ഗ്രേ ഏരിയ ആണ്. അതാണ് എന്ന് വെച്ചാൽ ഏർപ്പെടുത്തി എന്ന് പറയുന്നത് എന്താ? ഇതിന്റെ പിന്നിൽ എന്ത് നിഗൂഢതയാ ഉള്ളത്? ഇതിനുള്ളിൽ എന്ത് സ്വാർത്ഥ താല്പര്യമാണുള്ളത്? അല്ല, അങ്ങനെയെങ്കിൽ പിന്നെ ഈ പുതിയൊരു തീരുമാനത്തിന്റെ സാഹചര്യം എന്തായിരുന്നു സാർ? പുതിയ തീരുമാനത്തിൻ്റെത് ഇവിടെ വ്യക്തതയോടുകൂടി ധർമ്മശാസ്ത്ര ക്ഷേത്രമെന്നും അയ്യപ്പ ക്ഷേത്രമെന്നും ഓരോരുത്തരുടെയും മാനസിക അവസ്ഥ അനുസരിച്ച് പേര് നിശ്ചയിച്ചിരുന്ന നൂറ്റാണ്ടുകളായ ചില കീഴ്വഴക്കങ്ങളുണ്ട്. അതിൽ നിന്ന് മാറി ഭക്തന്മാർ ഏറ്റവും കൂടുതൽ ഇന്ന് വിശ്വസിക്കുന്ന ശ്രീ അയ്യപ്പന്റെ നാമധേയത്തിൽ ആ പുണ്യക്ഷേത്രം അറിയപ്പെടുകയും നിലനിർത്തുകയും അവിടത്തെ ആചാര അനുഷ്ഠാന നിഷ്ഠകൾ നിർബന്ധപൂർവ്വം നടപ്പിലാക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്നത് തെറ്റാണോ? ശരി, ഒരു സംശയം കൂടി. ഇവിടെ ഐതിഹ്യത്തിൽ പറയുന്നു, തൻ്റെ ദൗത്യങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അയ്യപ്പസ്വാമി ശബരിമലയിൽ ചെന്ന് ധർമ്മശാസ്താവിൽ വിലയം പ്രാപിക്കുകയായിരുന്നു. ശരിയല്ലേ സാർ? അങ്ങനെ ശബരിമലയിലെ ധർമ്മശാസ്ത്ര ക്ഷേത്രം അയ്യപ്പസ്വാമി ക്ഷേത്രമായി മാറുകയായിരുന്നു. ഈ 2 വാചകങ്ങളുണ്ട് നിങ്ങളുടേതായ ഉത്തരവിൽ. സംശയം, അയ്യപ്പസ്വാമി വന്ന് ശാസ്താവിൽ വിലയം പ്രാപിച്ചാൽ ശാസ്താവല്ലേ നിലനിൽക്കുക, അയ്യപ്പസ്വാമി ഇല്ലാതാകില്ലേ? ഇപ്പോൾ അങ്ങൊരു കോൺഗ്രസ്സുകാരനാണല്ലോ. നമുക്ക് ഒരു സംശയം ഉയർന്നു വന്നതാണ്. ഏതെങ്കിലും ഒരു പാർട്ടി വന്ന് കോൺഗ്രസിൽ ലയിച്ചാൽ ആ പാർട്ടി ഇല്ലാതാകും, കോൺഗ്രസ് നിലനിൽക്കുമല്ലോ. അപ്പോൾ അയ്യപ്പസ്വാമി വന്ന് ധർമ്മശാസ്താവിൽ ലയിച്ചാൽ അയ്യപ്പസ്വാമി ഇല്ലാതായി, ധർമ്മശാസ്താവ് ഉണ്ടാകും എന്നതാണ് ഒരു സംശയം. ദേവാലയത്തെയും കോൺഗ്രസിനെയും ഒന്നിച്ച് അല്ലല്ല, അങ്ങനെയൊന്നും പറഞ്ഞത് വക്രീകരിക്കേണ്ട. ഒരു സംശയം അങ്ങനെ പറയണ്ട. ഇത് ധർമ്മശാസ്ത്ര ക്ഷേത്രവുമായിരുന്നു, അയ്യപ്പ ക്ഷേത്രവുമായിരുന്നു. അപ്പൊ ഞങ്ങൾ പുതിയ പേര് കൊണ്ടുവന്നു എന്നുള്ള നിങ്ങളുടെ വാദഗതി ആദ്യം ഉപേക്ഷിക്കണം. അല്ല, അത് മുൻപേ അവിടെ വെബ്സൈറ്റിൽ മുൻപേ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് സമ്മതിക്കാൻ എനിക്ക് യാതൊരു വൈമനസ്യവുമില്ല. അതെനിക്ക് പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ എനിക്ക് തെറ്റുണ്ടായാൽ തിരുത്താമെന്ന് പറഞ്ഞല്ലോ. എനിക്കൊരു സ്വാർത്ഥതയുമില്ല. പക്ഷെ അയ്യപ്പസ്വാമി വന്ന് ധർമ്മശാസ്താവിൽ വിലയം പ്രാപിച്ചാൽ ധർമ്മശാസ്താവാണ് പിന്നെ നിലനിൽക്കേണ്ടത്, അയ്യപ്പസ്വാമി. അല്ല, ഒരു കാര്യം, അത് സാർ ദയവായിട്ട് മന്ത്രി കൂടെ ലൈനുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം സാർ. ഇത് ഞാൻ ഉണ്ടാക്കുന്നതല്ല. 900 വർഷമായി അവിടെ ഉപയോഗിക്കുന്ന ധ്യാന ശ്ലോകമുണ്ട്. അതായത് ഒരു അമ്പലത്തിലെ പ്രതിഷ്ഠയ്ക്ക് 2 കാര്യങ്ങളാണ്, മൂലമന്ത്രവും ധ്യാന ശ്ലോകവും. ശാസ്താവിന്റെ ധ്യാന ശ്ലോകമായ പൂർണ്ണ പുഷ്കല സമേതനായ ധ്യാന ശ്ലോകമല്ല ശബരിമല ഉപയോഗിക്കുന്നത്. ധ്യായേൽ ചാരു ജഡാനി ബദ്ധ മകുടം എന്ന യോഗ നിഷ്ഠയിലുള്ള അയ്യപ്പന്റെയാണ്. അത് എന്നെ വിശ്വസിക്കേണ്ടത് 91-ലെ ഹൈക്കോടതി വിധിയാണ്. ഹൈക്കോടതി വിധിയിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നതാണ് ബാക്കി ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളെ പോലെ അല്ലിത്. അയ്യപ്പൻ വന്ന് ശാസ്താവിൽ വിലയം പ്രാപിച്ചാൽ പിന്നെ ശാസ്താവിന് പ്രാമുഖ്യം, അയ്യപ്പൻ വന്ന് ശാസ്താവിൽ വിലയം പ്രാപിക്കുന്നു എന്നാണ്. അല്ല, അങ്ങനെയല്ല. അയ്യപ്പൻ എന്ന് പറയുന്നത് 5000-ലധികം വർഷം പഴക്കമുള്ള ഒരു ഡീറ്റിയാണ്. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ 1000 വർഷം മുമ്പ് അവതാരം എടുത്തൊരു വ്യക്തിയാണ്. വിലയം പ്രാപിച്ച ശേഷം അത് ആത്മീയമാണ് അല്ലെങ്കിൽ ആലങ്കാരികമാണ്. അവിടത്തെ പൂജകളും ഭാവവും പ്രതിഷ്ഠയും അയ്യപ്പ ഭാവത്തിലേക്ക് മാറുകയാണ്. ശ്രീധർമ്മശാസ്താവും അയ്യപ്പനും ആത്മീയമായിട്ട് ഒന്നാണ്. ഇതൊക്കെ ആത്മീയമായി ഒന്നാണ്, ആത്മീയ തലമാണെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ശ്രീ കടകംപള്ളി ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇപ്പോഴും പറയാൻ
വൈമനസ്യം കാണിക്കുന്ന ഒരു കാര്യം, അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, ശാസ്താവ് കുടുംബസ്ഥനാണ്. കറക്റ്റ്. അപ്പൊ ഇത് സുപ്രീം കോടതിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ ഒരു വാദഗതിക്കുള്ള പിൻവാതിൽ പണി അല്ല സർ, എന്ന് അവിടെ അല്ലല്ല അങ്ങനെ ഒരു ആക്ഷേപത്തിന് കൂടെ വകയുണ്ട്. ശരിയാണ്. അദ്ദേഹത്തിന് ഞാൻ വേഗം എല്ലാവരിലേക്കും നിങ്ങൾക്ക് ചിന്തിക്കുന്നവർക്കും വ്യാഖ്യാനിക്കുന്നവർക്കും ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ചെയ്യാം. അത് സ്വാതന്ത്ര്യമുണ്ട്. ശരിയാണ്. ആ സ്വാതന്ത്ര്യം അങ്ങ് പ്രയോഗിക്കുന്നതിന്റെ മുഴുവൻ ദൗർഭാഗ്യവുമോടെയാണ് ഇപ്പൊ ശ്രീ കടകംപള്ളി ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്തു അപരാധം എന്ത് ചെയ്തു? ശരിയാണ്. ഞാൻ എല്ലാവരും ചെയ്തത് പറഞ്ഞാട്ടെ. ശരി സാർ ഒന്ന് ടെലിഫോണിൽ തുടരണം. നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കട്ടെ. അതാണ് ഓരോ ഘട്ടത്തിലും അങ്ങേക്ക് പറയാനുള്ള ഒരു കാര്യവും അതാണ്. ദയവീത് ടെലിഫോണിൽ തുടരുക. എനിക്ക് വേഗം ഒരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.